ഏതെങ്കിലും പാപവശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതിലാണ് വീണിരിക്കുന്നതെന്ന് ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായമാണല്ലോ. 22 വാക്യങ്ങളുള്ള ഈ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നല്ലതല്ലാത്ത ഒരു കാലത്തിലിരിക്കുന്ന ഈ ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ അധ്യായം മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ നിന്ദയിലും അപമാനത്തിലും കഷ്ടത്തിലും കടന്നു പോകുന്ന സാഹചര്യത്തിലാണ്. അവിടെ അവർക്കൊരു കാര്യം മനസ്സിലായി: ദൈവത്തിൽ നിന്ന് അകന്നത് നിമിത്തമാണ് ഈ കഷ്ടങ്ങളും ഈ നിന്ദകളും ഈ അപമാനങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതെന്ന്. അപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന്. ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മൾ ഈ വചനത്തിൽ പഠിക്കുമ്പോൾ, മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ കടന്ന ഈ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ച് മോശയുടെ നേതൃത്വത്തിൽ അവരെ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ചെങ്കടൽ അവരുടെ മുൻപിൽ വലിയൊരു തടസ്സമായി നിൽക്കുകയാണ്. ആ ചെങ്കടലിൻ്റെ ആ സമീപത്ത് അവർ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഈ ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് തൻ്റെ ജനത്തെ അക്കരെ എത്തിച്ചു. ദൈവം അനേക അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അവർക്ക് വേണ്ടി ദൈവം അവരുടെ ജീവിതത്തിലുടനീളം ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു. പലപ്പോഴും അവർ പിറുപിറുക്കുന്ന അനുഭവങ്ങൾ, മോശയ്ക്കും ദൈവത്തിനും എതിരായിട്ട് പിറുപിറുക്കുന്ന അനുഭവങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ദൈവം അവർക്ക് യാതൊരു നന്മയും മുടക്കിയില്ല. അവർക്ക് ആകാശത്ത് നിന്ന് അപ്പവും പാറയിൽ നിന്ന് വെള്ളവും കൊടുത്ത്, പകൽ അവരെ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിസ്തംഭത്തിൽ അവരെ നടത്തി, അവരുടെ കൊറ്റിനും മുട്ടുവരാതെ അവരെ ദൈവം നടത്തി അവരെ മുൻപോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 28-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് കൽപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും ഈ ആജ്ഞകളും ഒക്കെ പ്രമാണിച്ച് നടന്നാൽ സകലവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരുമെന്നും, അതല്ല നിങ്ങൾ ഇതനുസരിച്ച് നടക്കാതെ ഇരുന്നാൽ പലവിധമായ ശാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് തലമുറകൾ മുൻപോട്ട് വരുന്തോറും ഇവർ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവർ ജീവിച്ച് അന്യ ദൈവങ്ങളിൽ ആശ്രയിച്ച് അവർ ജീവിക്കുവാനിടയായി തീർന്നു. അത് നിമിത്തം അവർ പലപ്പോഴും അടിമത്വത്തിൽ പോകുവാനും പ്രവാസത്തിൽ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കഷ്ടതയിലിരിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ എന്ന്. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുവാൻ ഇടയായി തീരണം. നമ്മൾ എവിടെയെങ്കിലും മടങ്ങി വരുവാനുണ്ടോ? നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആയിത്തീരണം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയ മകൻ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം പിതാവിനോട് വാങ്ങിയിട്ട് അവൻ ദൂരദേശത്തേക്ക് കടന്നുപോയി തനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ച് ആ സ്വത്തൊക്കെ അവൻ നശിപ്പിച്ച് കളയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അവനൊരു കുറ്റബോധം വന്നിട്ട്, അല്ലെങ്കിൽ അവനൊരു പാപബോധം വന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്ന് എൻ്റെ പിതാവിനോട് ഞാൻ പറയും, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ആ മകൻ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അവൻ്റെ ആ തീരുമാനം അവൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരുന്നുണ്ട്. അവിടെ ആ പിതാവ് ആ മകനെ സ്നേഹത്തോടെ ചേർത്തണയ്ക്കുകയാണ്. തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നശിപ്പിച്ച ഒരു മകനെന്നൊരു ചിന്ത അവിടെ ആ പിതാവിന് വരുന്നില്ല. മടങ്ങി വരുന്ന മകനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചും ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും പാപവശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതിലാണ് വീണിരിക്കുന്നതെന്ന് ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം, നമ്മളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഈ ദൈവം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ്. നമ്മൾ മടങ്ങി വരണമെന്നാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മൾ, പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം ഏതെങ്കിലും പാപവശത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളെല്ലാവരും സ്വയം ശോധന ചെയ്ത് ഈ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഇവിടെ ഈ ജനം പ്രാർത്ഥിച്ചതുപോലെ, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.
കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മളായിരിക്കുകയാണ്. നമ്മുടെ പാപപ്രവൃത്തികളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കും.